അല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമലിൽ കയറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ ഒരു പാറക്കല്ലിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചുമലിൽ ഇരുത്തിയിട്ട്. ആ സമയത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, ഔജബത്തുൽഹ അൽ ജന്ന, ഔജബത്തുൽഹ അൽ ജന്ന. ഔൽഹ സ്വർഗ്ഗം നിർബന്ധമാക്കി പോയി, ത്വൽഹ സ്വർഗ്ഗം നിർബന്ധമാക്കി പോയി. ആ മഹാനരായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ രണ്ടാളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. രണ്ടുപേര് ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൽ ഒരാള് പിന്നീട് വലിയ യോദ്ധാവായി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി മരിക്കുകയാണ്. മറ്റേയാൾ ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷം മരിക്കുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ഈ രണ്ട് മനുഷ്യന്മാരും ത്വൽഹ റളിയല്ലാഹു അൻഹും സ്വർഗത്തിന്റെ കവാടത്തിൽ വന്ന് നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഷഹീദായ മനുഷ്യനും അതിന്റെ ശേഷം ഒരു വർഷം ജീവിച്ച മനുഷ്യനും ത്വൽഹ റളിയല്ലാഹു അൻഹും അതാ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പറയുന്നു, സ്വർഗത്തിന്റെ അഖിലുകാരിൽ നിന്നും അതാ വിളിക്കുന്നു. ആരെയാണ് വിളിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു, ഇവിടെ യുദ്ധത്തിൽ ഷഹീദായ ഷഹീദിനെയാണോ വിളിക്കേണ്ടത്? അതിന്റെ ശേഷം ഒരു മാസം ഇവിടെ ജീവിച്ച ഈ മനുഷ്യനെയാണോ സ്വർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്? സ്വർഗത്തിന്റെ അഖിലുകാര് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് ഷഹീദിനെയല്ല ക്ഷണിച്ചത്. പിന്നെയോ ഈ ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്.